സ്ഥിരമായി നമ്മൾ ഫാമിലി കൗൺസിലിങ്ങിനകത്തും റിലേഷൻഷിപ്പ് കൗൺസിലിങ്ങിനകത്തൊക്കെ കേൾക്കുന്ന ഒരു പ്രശ്നമാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ നടക്കുന്ന ഒരു കോൺഫ്ലിക്റ്റിന്റെ ഇടയിൽ ഈവൻ ദോ ആ കോൺഫ്ലിക്റ്റ് കംപ്ലീറ്റ് റിസോൾവ് ആവാതെ മെയിൽ പാർട്ട്ണർ പോയി കിടന്ന് ഉറങ്ങി എന്നുള്ളത്. ഞാൻ ഈ പ്രശ്നത്തിന്റെ ഇടയിൽ കിടന്ന് ടെൻഷൻ അടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങേര് സുഖമായി പോയി കിടന്ന് ഉറങ്ങി സാറേ എന്നുള്ളതാണ് സ്ഥിരമായി കേൾക്കുന്ന ഒരു കംപ്ലൈന്റ്. ശരിക്കും ബയോളജിക്കലി മെയിൽസിനും ഫീമെയിലും ഇവരുടെ ഹോർമോൺസ് വർക്ക് ചെയ്യുന്ന ലെവലിൽ നല്ല വ്യത്യാസമുണ്ട്. മെയിൽസിന് ടെസ്റ്റോസ്റ്റെറോൺ ആണ് ഹൈ ആയിട്ട് നിൽക്കുന്നത്, ഫീമെയിൽസിന് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ആണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ഫൈറ്റ് സംഭവിക്കുമ്പോൾ ഫീമെയിൽസ് അത് കുറച്ചും കൂടെ സൈക്കോളജിക്കലി ആണ് എടുക്കുക. അവരുടെ ആങ്സൈറ്റി ലെവല് ഇൻക്രീസ് ചെയ്യും, സ്ട്രെസ് ലെവല് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും, അതിനോടൊപ്പം തന്നെ കോർട്ടിസോൾ ലെവലും ഭയങ്കരമായിട്ട് പീക്ക് ചെയ്യും. ഇത് കാരണം തന്നെ അവർക്കുണ്ടാവുന്ന ഇമോഷണൽ ഡിസ്ട്രെസ്സും കൂടുതലായിരിക്കും. കോർട്ടിസോൾ ലെവൽ ഹൈ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഉറക്കം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർ ഭയങ്കര ഡിസ്ട്രാക്റ്റഡും ഇമോഷണലി വൾണറബിളും ആയിരിക്കും. അതേസമയം മെയിൽസിൽ ടെസ്റ്റോസ്റ്റെറോണിന്റെ അളവായിരിക്കും കൂടി നിൽക്കുക. അതൊരു ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റ് ലെവലിലേക്ക് വന്നിട്ട് അത് ഈ കോർട്ടിസോൾ ലെവൽ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. പെട്ടെന്ന് ഒരു ഡിഫെൻസീവ് മെക്കാനിസമാണ് ഷട്ട് ഡൗൺ എന്നുള്ളത്. എണീക്കുമ്പോഴത്തേക്ക് ഇന്നലെ പ്രശ്നത്തെക്കുറിച്ച് അവർ വലിയ അവയർനെസ് അവർക്ക് ഉണ്ടാകുന്നില്ല. അവർ ഓൾമോസ്റ്റ് ആ പ്രശ്നം സോൾവ് ആയ രീതിയിലായിരിക്കും രാവിലെ എണീക്കുന്നത്. മെയിൽ പാർട്ട്ണർ ഉറങ്ങുന്നത് ഫീമെയിൽ പാർട്ട്ണർ ഇമ്പോർട്ടൻസ് തരാത്തതുകൊണ്ടല്ല, അതിനകത്തൊരു ബയോളജിക്കൽ റീസൺ കൂടെ ഉണ്ട്.